ചവിട്ടിത്തേക്കാൻ നിന്നു കൊടുത്തിട്ടല്ലേ? അല്ല, ഈ സങ്കടപ്പെടേണ്ടി വരുന്നത് ചവിട്ടിത്തേക്കാനായിട്ട് നിന്നു കൊടുത്തിട്ടാണോ അല്ലേ? ഏറ്റവും ആദ്യം ഒരു വഴക്കുണ്ടായപ്പോൾ, ഏറ്റവും ആദ്യം നിങ്ങൾ വേദനിക്കപ്പെട്ടപ്പോൾ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നേരെ കൈ ഉയർന്നപ്പോൾ നിന്നു കൊണ്ടത് കൊണ്ടാണ്, അത് കൃത്യമായി അതിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത്. ശരിയല്ലേ? നമ്മൾ ഈ ചവിട്ടുമെത്തകളാകുക എന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. നനഞ്ഞ ഇടമേ മനുഷ്യൻ കുഴിച്ചു. നമ്മുടെ കഴിവില്ലായ്മകളെയോ നമ്മുടെ ഓവർ വിധേയത്വത്തെയോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ചവിട്ടി തേക്കാൻ നിന്നോടുക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ, ഞാൻ ചവിട്ടി തേക്കപ്പെടുകയാണ്, അങ്ങനെ ഒരു ഫീൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം ആ കളത്തിൽ നിന്ന് പോകണമെന്നേ. ചേഞ്ച് ദ സർക്കിൾ. പറയാൻ എളുപ്പമാണ്, ഈ ഇതിങ്ങനെ അല്ലെങ്കിൽ ചവിട്ടി തേക്കപ്പെടുന്നതിനേക്കാളും നല്ലത്, അല്ലേ? ഒറ്റയ്ക്കൊരിടത്ത് പോയി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റാകുകയൊന്നുമില്ല. ആരാ പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ പോയി ജീവിക്കും, കുഞ്ഞുങ്ങളുമായിട്ടും പോയി ജീവിക്കാം. എത്രയോ പുരുഷന്മാരുണ്ട് ഈ പറഞ്ഞ പോലെ സിംഗിൾ പാരന്റിങ്ങിലൂടെ കടന്നു പോകുന്നത്. എത്രയോ സ്ത്രീകളുണ്ട് അന്തസ്സായിട്ട് പുരുഷനില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നവർ. അവിടെ പറ്റാകെ നമ്മുടെ ഒരു ഡിഗ്നിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വില, അതല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശങ്ങൾ, ഇനി അതുപോലെ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഒരു ആദരവുണ്ട്. നമ്മൾ അതിനെ ഒരാളെടുത്തിട്ട് ഇങ്ങനെ പന്താടാൻ നിന്ന് കൊടുത്തുടന്നേ. മറ്റെന്തിനേക്കാളും നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അല്ല. പാർട്ട്ണർഷിപ്പിനകത്തെ ശാരീരികമായ ഉപദ്രവവും ഇമോഷണൽ ഡാമേജും വല്ലാത്ത ട്രോമയാണത്. എന്തുമാത്രം മനുഷ്യരാണ് ഓരോ ദിവസവും അതിലൂടെ കടന്നു പോകുന്നത്. ഈ മേൽക്കോയ്മ എന്നൊക്കെ പറയുന്ന ഇടയ്ക്കൊക്കെ ഭയങ്കര വിഷയമായിട്ടുള്ള സാധനമായിരുന്നു. ആൺമേൽക്കോയ്മ, ചില വീടുകളിൽ പെൺമേൽക്കോയ്മ. മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. പാർട്ട്നേഴ്സ് എന്ന പദത്തിന്റെ അർത്ഥം ഈക്വലി പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫ് പാർട്ട്നേഴ്സായിട്ട്, അതല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട്, പാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പാർട്ട്നേഴ്സ് ആണെങ്കിൽ 100% ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ഒരാളുടെ മുകളിലാണ്, മറ്റേയാൾ ഒരുപാട് താഴെയാണ് എന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ആദ്യം അങ്ങനെ ഈ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ തന്നെ താഴ്ന്നു കൊടുത്തു, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തുടങ്ങിയെന്നുള്ള ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി അങ്ങോട്ടെങ്കിലും തിരിച്ച് ഡിഫെൻഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മാവിന് നേരെ വരുന്നൊരു കയ്യെ, നിങ്ങളുടെ ദേഹത്തിന് നേരെ വരുന്നൊരു കയ്യെ തടഞ്ഞു നിർത്താനുള്ള ശേഷി ഉണ്ടാകും. തിരിച്ചു ചോദ്യം ചെയ്യുന്നിടം മുതൽ ഈ മേൽക്കോയ്മകളൊക്കെയും ഒടുങ്ങും. ദേഹത്ത് കൈവിനൂടാം, ആത്മാഭിമാനത്തിനെ മുറിച്ചും കൂടും, ചവിട്ടി തേക്കാനായിട്ട് നിന്നും കൂടും.